നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ശീമോന്റെ മാനസാന്തരം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ ഗന്നസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാറിറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്നവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെ ഉള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ടവനെ അനുഗമിച്ചു. കർത്താവായ യേശുക്രിസ്തു ശീമോൻ അല്ലെങ്കിൽ പത്രോസിനെ കാണുന്ന ആദ്യ അവസരം ഇതല്ല. അതായത് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്ന യോഹന്നാനും പിന്നീട് യേശുവിൻ്റെ ശിഷ്യനായി തീർന്ന യോഹന്നാനും അന്ത്രയോസ് പത്രോസിന് സഹോദരനാണ്. അവർ 2 ഒരു രാത്രി യോഹന്നാന്റെ വാക്ക് കേട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി യേശുവിനോട് പാർത്തു. പിറ്റേന്ന് അന്ത്രയോസ് തിരിച്ചു വന്നിട്ട് തൻ്റെ സഹോദരനായ ശീമോനെ യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവന്നു. യേശു അപ്പോൾ പറഞ്ഞു, നിന്റെ പേര് ശീമോൻ എന്നാണ്, നിന്റെ അപ്പൻ യോഹന്നാൻ ആണ്, നിനക്ക് പത്രോസ് എന്ന് പേരാകും. അപ്പം ശീമോന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും യേശു പറഞ്ഞു. പക്ഷെ അന്ന് പത്രോസ് യേശുവിനെ അനുഗമിച്ചില്ല, അല്ലെങ്കിൽ ശീമോൻ യേശുവിനെ അനുഗമിച്ചില്ല. നല്ല ഇടയനായ യേശു ശീമോനെ തേടി വരികയാണ്. ആ സമയത്ത് ഒരു രാവിലെ സമയം ശീമോനും കൂട്ടാളികളും പടകിൽ ഇരുന്ന് വല കഴുകുകയാണ്. അന്ന് രാത്രി ഒന്നും കിട്ടിയിരുന്നില്ല, ഒരു മീനേയും കിട്ടിയില്ല. യേശു അടുത്തുനിന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആളുകൾ വചനം കേൾക്കാൻ യേശുവിനെ ഇങ്ങനെ സിക്കിക്കൊണ്ടിരിക്കുകയാണ്, രാവിലെ ആണെങ്കിൽ പോലും. കാരണം കഴിഞ്ഞ 400 വർഷങ്ങളായിട്ട് ദൈവവചനം എങ്ങുമില്ല, ഒരു കൺവെൻഷനും ഇല്ല, ഒരു മീറ്റിങ്ങും ഇല്ല. അപ്പോൾ 400 വർഷത്തെ വലിയ അന്ധകാരത്തിന് ശേഷം പിന്നെ ഒരു ശബ്ദം കേട്ട യോഹന്നാൻ സ്നാപകന്റെയാണ്. അത് കഴിഞ്ഞിതാ യേശു. അപ്പം ജനങ്ങൾ രാവെന്നോ പകലെന്നോ പ്രഭാതമെന്നോ സന്ധ്യയൊന്നോ നോക്കാതെ ഇങ്ങനെ വചനം കേൾക്കാൻ വരികയാണ്. അപ്പം യേശു പത്രോസിനോട് ചോദിച്ചു, അല്പം ആഴത്തിലേക്ക് നിൽക്കാമോ? കാരണം കരയ്ക്ക് നിൽക്കുന്ന ആളുകളോട് സംസാരിക്കാൻ ഇതൊരു സ്റ്റേജായിട്ട് ഉപയോഗിക്കാനാണ്. ഇതൊക്കെ വലിയ മാതൃകയാണ്. ചില ആളുകൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത സ്റ്റേജിൽ നേരത്തെ നോട്ടീസൊക്കെ അടിച്ച് വലിയ പബ്ലിസിറ്റി എല്ലാം നടത്തി ആളുകളെ കൂട്ടി അങ്ങനെ ചിലർ പ്രസംഗിക്കത്തുള്ളൂ. അങ്ങനെ ഒരു സ്റ്റൈലായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കൺവെൻഷൻ പ്രസംഗം എന്ന് പറഞ്ഞ ഒരു കാര്യമൊന്നും യേശുവിൻ്റെ കാലത്തില്ലായിരുന്നു, അപ്പോസ്തലന്മാരുടെ കാലത്തും ഇല്ല. വാർഷിക കൺവെൻഷൻ യേശു 3 വർഷം പ്രവർത്തിച്ചെങ്കിലും വാർഷിക കൺവെൻഷൻ നടത്തിയില്ല. അപ്പോസ്തലന്മാർ എഫേസോസിൽ പൗലോസ് 3 വർഷം പ്രസംഗിച്ചു, വാർഷിക കൺവെൻഷൻ അദ്ദേഹം നടത്തിയില്ല. യേശു പറഞ്ഞത്, നിങ്ങൾ പോവുക ചന്തസ്ഥലത്തേക്ക്, തെരുവിലേക്ക്, വേലിയരിയിലേക്ക്, വീടുകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് നിങ്ങൾ പോവുക, അവിടെ പ്രസംഗിക്കുക എന്നാണ് യേശു പറഞ്ഞത്. പോയി പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ദൈവവചനം പഠിപ്പിച്ച് അവരെ ശിഷ്യരാക്കുക. ഇതാണ്
യേശുവിൻ്റെ അന്ത്യനിയോഗം. ഇതാണ് ലോകാവസാനം വരെ നമ്മൾ പിന്തുടരേണ്ടത്. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ തലതിരിഞ്ഞു. പോയി പ്രസംഗിക്കുന്നതിന് പകരം വഴിയോരത്തും ചന്തസ്ഥലത്തും കവലകളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതിന് പകരം ആളുകളെ വരുത്തി പ്രസംഗിക്കുന്ന ഒരു രീതി ഉണ്ടാകാനിടയായി. സ്റ്റേജ് കെട്ടി പബ്ലിസിറ്റി നടത്തി. പക്ഷെ ആരേ വരത്തുള്ളൂ? വിശ്വാസികൾ മാത്രമേ വരികയുള്ളൂ. യേശു അങ്ങനെയായിരുന്നില്ല. യേശു ഇതാ പെട്ടെന്ന് ഒരു 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 സ്റ്റേജ് ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് പടക്, അതായത് വള്ളം, അവിടെ ഞാൻ നിന്ന് പ്രസംഗിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. ശിമോൻ സമ്മതിച്ചു. യേശു അവിടെ നിന്ന് ജനത്തോട് ദൈവവചനം പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ഇത് ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ശിമോനായിരിക്കും. പ്രസംഗമൊക്കെ കഴിഞ്ഞ് യേശു ശിമോനോട് പറഞ്ഞു, മീൻ പിടിക്കണ്ടേ? ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. പത്രോസ് പറഞ്ഞു, നാഥ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല, പക്ഷെ നിന്റെ വാക്കിന് വലയിറക്കാം. കാരണം പ്രസംഗത്തിലൂടെ എനിക്ക് മനസ്സിലായി നീ കരയെയും കടലിനെയും സൃഷ്ടിച്ചവനാണ്. മത്സ്യങ്ങളെ സൃഷ്ടിച്ചത് നീയാണ്, വേറെ ആരുമല്ല. നീ സൃഷ്ടാവായ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഒന്നേ വീശിയുള്ളൂ. അതായത് തൻ്റെ പടകും യോഹന്നാന്റെ പടകും മുങ്ങുമാറാകുവോളും, 2 പടക് മുങ്ങുമാറാകുവോളും മീൻ കിട്ടാനിടയായി. യേശു പത്രോസിനോട് പറഞ്ഞു, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും, എന്നെ അനുഗമിക്കുക. ഇതുപോലെ മനുഷ്യരെ, അതായത് ബോധവൽക്കരിച്ച് മനുഷ്യരെ, അതായത് ദൈവത്തിന് കൊള്ളാവുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് കൊള്ളാവുന്ന നല്ല പൗരന്മാരാക്കി നീ മാറ്റും. അതുകൊണ്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. ആ ശിമോൻ ആ പടകും വലയും മത്സ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായി. യേശു എവിടുത്തുകാരനാണെന്നോ, യേശുവിന് എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്നോ, എന്ത് സ്വത്തുണ്ടെന്നോ, യേശുവിൻ്റെ ധാർമ്മിക ജീവിതം എന്താണെന്നോ ഇതൊന്നും പത്രോസ് ഇതിനറിഞ്ഞുകൂടാ. ഇതൊന്നും വിഷയമല്ല. യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്, ലോകരക്ഷിതാവാണ് എന്ന് മാത്രം മനസ്സിലാക്കി പത്രോസ് തൻ്റെ ജീവിതം യേശുവിന് അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം മനുഷ്യനായത് നമ്മെ രക്ഷിക്കാൻ, നമുക്ക് വേണ്ടി യാഗമായി കുരിശിൽ മരിക്കാൻ മാത്രമല്ല, ആ കാര്യം നമ്മളെ അറിയിക്കുന്ന കാര്യവും കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് കർത്താവ് തൻ്റെ ദാസന്മാരിലൂടെ, വിവിധ മാധ്യമങ്ങളിലൂടെ, ലിറ്ററേച്ചറിലൂടെ, റേഡിയോയിലൂടെ, TV-യിലൂടെ, അതുപോലെ മഹായോഗങ്ങളിലൂടെ ഒക്കെ കർത്താവ് അറിയിക്കുകയാണ്. ആരും അറിഞ്ഞില്ല എന്ന് വരരുത്. നമ്മുടെ കർത്താവിൻ്റെ മഹാസ്നേഹം നമുക്കായി രക്ഷാമാർഗം ഒരുക്കിയതും ആ കാര്യം നമ്മളെ അറിയിച്ചതും ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.